വാർദ്ധക്യം, സ്വവർഗപ്രേമം, ഫെമിനിസം. യൂറോപ്പ് അസ്തിത്വ പ്രതിസന്ധിയിലാണ്. അഹമ്മദ് മുഹമ്മദ് ഫാൽ. വടക്കൻ ഇറ്റലിയിലെ നിരവധി നഗരങ്ങളിൽ ജനങ്ങളുടെ ശരാശരി പ്രായം 60-നും മുകളിലാണ്. യൂറോപ്യൻ സമൂഹങ്ങൾ വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണിത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഇറ്റാലിയൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിൽ കഴിവുള്ള ചെറുപ്പക്കാരെ കിട്ടാത്തതിനാൽ പല ഫാക്ടറികളും അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഫ്രഞ്ച് ദിനപത്രമായ ലേ ഫിഗറോ വിശേഷിപ്പിച്ച ഈ ജനസംഖ്യാ വീഴ്ച ശാസ്ത്രജ്ഞാനത്തിൻ്റെ അഭാവം കൊണ്ടോ സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ടോ ഉണ്ടായതല്ലെന്ന് ഗവേഷകർ ഉറപ്പിച്ചു പറയുന്നു. സ്വവർഗപ്രേമം, ഫെമിനിസം പോലുള്ള പിഴച്ച ആശയങ്ങൾ യൂറോപ്പിൽ പിടിമുറുക്കിയതിൻ്റെ സ്വാഭാവിക പ്രത്യാഘാതമാണിത്. 2020 നവംബറിൽ ജോൺ ജോൺസൺ ലൂയിസ് എന്ന ഗവേഷക പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ഈ വഴിതെറ്റിയ ചിന്തകളും അവയുടെ പ്രയോഗവുമാണ് കുടുംബഘടനയെ തന്നെ തകർക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആ ചിന്തകൾ കുടുംബമെന്ന ആശയത്തെയും പിതൃത്വത്തെയും മാതൃത്വത്തെയും വിവാഹത്തെയും മാത്രമല്ല ആണത്വത്തെയും പെണ്ണത്വത്തെയും വരെ ചോദ്യം ചെയ്യുന്നുണ്ടെന്ന് പഠനത്തിൽ പറയുന്നു. ഐക്യരാഷ്ട്രസഭ, യൂറോപ്യൻ യൂണിയൻ സ്ഥാപനങ്ങളുടെ പരസ്യ പിന്തുണ ഇത്തരം ആശയങ്ങൾക്കുണ്ട്. അനിയന്ത്രിത വ്യക്തിസ്വാതന്ത്ര്യത്തിനും ലിംഗസമത്വത്തിനും വേണ്ടി അവ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ആഗോള വേദികളുടെ പ്രമേയങ്ങളും യൂറോപ്യൻ യൂണിയൻ്റെ തീരുമാനങ്ങളും മനുഷ്യരിൽ ഒരു മൂന്നാം ജനുസിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും എങ്ങോട്ടും ജെൻഡർ മാറാമെന്ന പ്രവണതയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ ജനസംഖ്യാ സ്ഥിതിവിവര കണക്കുകൾ വിതച്ചു കഴിഞ്ഞ ഈ തലതിരിഞ്ഞ ആശയങ്ങളുടെ വിളവെടുപ്പാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിന് അടിവരയിടുന്നു. കുടുംബ തകർച്ചയും അതിവേഗം താഴുന്ന ജനന നിരക്കും ഉയരുന്ന ആത്മഹത്യാ നിരക്കും അതിൻ്റെ അടയാളങ്ങളാണ്. നിലനിൽപ്പ് അപകടത്തിൽ. ഫ്രഞ്ച് ദിനപത്രമായ ലേ ഫിഗറോ 2024 ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ യൂറോപ്യൻ നാടുകൾ, പ്രത്യേകിച്ച് ഇറ്റലി, ജനസംഖ്യാ തകർച്ചയാണ് അഭിമുഖീകരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടുന്നു. ജനന നിരക്ക് താഴുന്നത് പൂർവ്വസ്ഥിതി വീണ്ടെടുക്കാൻ കഴിയാത്ത വിധമാണെന്നും അതിൽ പറയുന്നു. ഉദാഹരണത്തിന് ഇറ്റലിയിൽ ഒരു സ്ത്രീക്ക് ജനിക്കുന്നത് ശരാശരി 1.2 കുട്ടികളാണ്. ഇത് വളരെ താഴ്ന്ന നിരക്കാണ്. കുട്ടികൾ ഉണ്ടാകുന്നതിലുള്ള താല്പര്യമില്ലായ്മയോ പ്രസവം വൈകിപ്പിക്കുന്നതോ ഒക്കെയാണ് കാരണങ്ങൾ. 1920-കൾക്ക് ശേഷമാണ് ഈ പ്രവണത ഇറ്റാലിയൻ സ്ത്രീകളിൽ ശക്തിപ്പെട്ടത്. 1964-ൽ 10 ലക്ഷം ജനനമുണ്ടായിരുന്ന ഇറ്റലിയിൽ 2022-ൽ ജനിച്ചത് 3,93,000 പേർ മാത്രം. 2022-ൽ 7 ലക്ഷം മരണവും ഉണ്ടായിട്ടുണ്ട് ഇറ്റലിയിൽ. യൂറോപ്യൻ സ്ഥിതിവിവര കണക്ക് പഠനങ്ങൾ നടത്തുന്ന യൂറോസാറ്റ് 2023-ൽ പുറത്തുവിട്ട റിപ്പോർട്ടിലും യൂറോപ്യൻ ജനസംഖ്യ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ ക്രമേണ കുറഞ്ഞു വരികയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ ജനനത്തെക്കാൾ കൂടുതലാണ് യൂറോപ്പിൽ മരണം. പ്രായമായവർ ജനസംഖ്യയിൽ ഭൂരിപക്ഷമാവുകയും ചെയ്യുന്നു. ഈ പ്രവണതയെ അസ്തിത്വ ഭീഷണിയായി തന്നെയാണ് ഗവേഷകർ കാണുന്നത്. ചില ഫ്രഞ്ച് പ്രദേശങ്ങളിൽ സ്കൂളുകളെക്കാൾ ആവശ്യക്കാർ നഴ്സിംഗ് ഹോമുകൾക്കാണെന്ന റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നു. ജനന നിരക്ക് താഴുന്നതും പ്രായമായവരുടെ ശതമാനം വർദ്ധിക്കുന്നതും രാഷ്ട്രത്തിന് വലിയ സാമ്പത്തിക ഭാരം വരുത്തിവെക്കും. കാരണം ഉൽപ്പാദന സംവർഗങ്ങൾ അഥവാ പ്രൊഡക്റ്റീവ് കാറ്റഗറീസ് കുറയുകയും സ്റ്റേറ്റിൻ്റെ പരിരക്ഷ ആവശ്യമുള്ളവർ കൂടുകയും ചെയ്യുകയാണല്ലോ. ഇല്ലാതാകുന്ന വിവാഹം. ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇക്കണോമിക് സ്റ്റഡീസിൻ്റെ കണക്കനുസരിച്ച് 2022-ൽ ഫ്രാൻസിലുണ്ടായ 65% ജനനവും വിവാഹത്തിന് പുറത്താണ്. 1991-ൽ വിവാഹ ബാഹ്യബന്ധങ്ങളിലുള്ള ജനനം 37%. ഏതാണ്ട് 100% വർധനവാണ് ഇതിലുണ്ടായിരിക്കുന്നത്. ഡെയിലി മെയിൽ പത്രം റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം 2008 മുതൽ ബ്രിട്ടനിൽ വിവാഹിതർ ന്യൂനപക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹ ബാഹ്യബന്ധങ്ങളാണ് ഭൂരിപക്ഷവും ആഗ്രഹിക്കുന്നത്. കുഞ്ഞുങ്ങളിൽ ഏതാണ്ട് പകുതിയോളം വിവാഹേതര ബന്ധങ്ങളിലാണ് ജനിക്കുന്നത്. പത്രത്തിൻ്റെ കണക്കനുസരിച്ച് ബ്രിട്ടനിൽ ഇരുലിംഗത്തിൽ നിന്നുമുള്ള അവിവാഹിതരുടെ എണ്ണം 50%-ലധികമാണ്. വിവാഹമോചനമാകട്ടെ വളരെ മോശമായ സ്ഥിതിയിലെത്തുകയും ചെയ്തിരിക്കുന്നു. പുതിയ 3 വിവാഹങ്ങൾ നടക്കുമ്പോൾ 2 വിവാഹമോചനവും നടക്കുന്നുണ്ടത്രേ. ജെൻഡർ കുടുംബങ്ങൾ. കഴിഞ്ഞ 5 പതിറ്റാണ്ടായി യൂറോപ്യൻ കുടുംബം വളരെ നാടകീയമായി മാറിയിട്ടുണ്ട്.
ഭർത്താവ്, ഭാര്യ, കുഞ്ഞുങ്ങൾ ഇവരടങ്ങുന്നതായിരിക്കില്ല പലപ്പോഴും കുടുംബം. പുതിയ തരം കുടുംബങ്ങൾ ഉണ്ടായി വന്നിരിക്കുന്നു. ഫെമിനിസ്റ്റ് ഹോമോസെക്ഷൽ ആശയധാരകളുമായി ചേർന്നാണ് ആ കുടുംബഘടന രൂപപ്പെട്ടിരിക്കുന്നത്. ബ്രിട്ടനിൽ പലതരം കുടുംബങ്ങളുണ്ട്. എ. രണ്ടാൾ കുടുംബം, 2-person ഫാമിലി, അച്ഛൻ, അമ്മ, അവരുടെ മക്കൾ. ബി. രണ്ടാൾ കുടുംബം, അച്ഛനും അമ്മയും വിവാഹമോചിതരോ വിവാഹേതരമായി ഒന്നിച്ചു കഴിയുന്നവരോ ആയവർ. മുൻ വിവാഹത്തിൽ നിന്നോ വിവാഹേതര ബന്ധങ്ങളിൽ നിന്നോ ഉള്ള അയാളുടെയോ അവളുടെയോ കുട്ടികളും കൂടെയുണ്ടാകും. സി. രണ്ടാൾ കുടുംബം, അച്ഛനും അമ്മയും അഥവാ വിവാഹേതരമായ സഹശയനം, ഈ ബന്ധത്തിലെ കുട്ടികൾ, മുൻ വിവാഹത്തിലെയോ ബന്ധങ്ങളിലെയോ കുട്ടികളും. ഡി. സിംഗിൾ പാരൻ്റ് കുടുംബം, ഒറ്റയ്ക്ക് കഴിയുന്ന അമ്മ, വിവാഹമോചിതയോ വിധവയോ കാമുകനാൽ ഉപേക്ഷിക്കപ്പെട്ടവളോ ആകാം, അവളുടെ മക്കൾ, ഒന്നിലധികം പിതാക്കളുടെ മക്കളുമാകാം അവർ. ഇ. സിംഗിൾ പാരൻ്റ് കുടുംബം, ഒറ്റയ്ക്ക് കഴിയുന്ന അച്ഛൻ, വിവാഹമോചിതനോ ഭാര്യ മരിച്ചുപോയ ആളോ കാമുകിയാൽ ഉപേക്ഷിക്കപ്പെട്ടവനോ ആകാം, അയാളുടെ കുട്ടികൾ. എഫ്. ദ്വിവർഗ പ്രണയി, ബൈസെക്ഷലുകളുടെ കുടുംബം, ഒരേ ലിംഗത്തിൽപ്പെട്ടവരായിരിക്കും, ഗേ അല്ലെങ്കിൽ ലെസ്ബിയൻ, ചിലപ്പോൾ കൂടെ കുട്ടികളുണ്ടാകും, ചിലപ്പോൾ ഉണ്ടാകില്ല. സ്വവർഗ ലൈംഗികതയ്ക്ക് നിയമാനുസൃതത്വം. ഈ വിഷയകമായി ഐക്യരാഷ്ട്രസഭ പാസാക്കിയിട്ടുള്ള പ്രമേയങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാവും. ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തുക മാത്രമല്ല, അതിനുവേണ്ട പോളിസികൾ ഉണ്ടാക്കാനും നിയമനിർമ്മാണങ്ങൾ നടത്താനും ഈ ആഗോള വേദി രാജ്യങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. രാജ്യങ്ങൾക്കും സാമൂഹിക പ്രസ്ഥാനങ്ങൾക്കും ഫണ്ട് അനുവദിക്കുന്നുമുണ്ട്. സ്വവർഗരതിപ്പേടി, ഹോമോഫോബിയ, ഭിംഗലിംഗപ്പേടി, ട്രാൻസ്ഫോബിയ, ഉഭയവർഗ പ്രണയപ്പേടി, ബൈഫോബിയ എന്നിവയ്ക്കെതിരെയുള്ള ദിനാചരണം മെയ് 17 ഐക്യരാഷ്ട്രസഭ സംഘടിപ്പിക്കുന്നുമുണ്ട്. സ്വവർഗ ലൈംഗികതയ്ക്കും ഫെമിനിസ്റ്റ് ആശയങ്ങൾക്കും നിയമപ്രാബല്യം ലഭിക്കുന്നതിനു വേണ്ടിയും UN അന്താരാഷ്ട്ര ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1979 സെഡോ കൺവെൻഷൻ അത്തരമൊരു സംവിധാനമാണ്. 1993 UN ഡിക്ലറേഷൻ ഓഫ് ദി എലിമിനേഷൻ ഓഫ് വയലൻസ് അഗൻസ്റ്റ് വിമൺ, 2011 ഇസ്തംബൂൾ കൺവെൻഷൻ ഓൺ ദി എലിമിനേഷൻ ഓഫ് വയലൻസ് അഗൻസ്റ്റ് വിമൺ തുടങ്ങിയവയും ഫെമിനിസ്റ്റ് ആശയങ്ങൾക്ക് പ്രചാരവും നിയമസാധുതയും നൽകാൻ വേണ്ടിയുള്ള മറ്റ് പ്രധാന കാൽവെപ്പുകളാണ്. 2004 സ്ത്രീകളെക്കുറിച്ച് UN പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിൽ സ്വവർഗ ലൈംഗികതയെയും സ്വവർഗ പ്രേമികളുടെ അവകാശങ്ങളെയും അംഗീകരിക്കുന്നുണ്ട്. സമൂഹം അവരെ അംഗീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നു. ഒരു വികാര പ്രകടന രീതിയായാണ് UN റിപ്പോർട്ട് സ്വവർഗരതിയെ കാണുന്നത്. പ്രകൃതിപരവും പ്രകൃതി വിരുദ്ധവുമായ സകല ലൈംഗിക പ്രവൃത്തികളെയും അംഗീകരിക്കുകയാണ് ഇതിലൂടെ UN. 2012 ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിഭാഗം സ്വവർഗാനുരാഗികളുടെ അവകാശങ്ങൾ വിവരിക്കുന്ന ഒരു മാർഗരേഖ പുറത്തിറക്കുകയുണ്ടായി. ബോൺ ഫ്രീ ആൻഡ് ഈക്വൽ എന്നായിരുന്നു അതിൻ്റെ തലക്കെട്ട്. സ്വവർഗ അനുരാഗികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും അവരോട് വിവേചനം കാണിക്കുന്ന നിയമങ്ങൾ ഒഴിവാക്കണമെന്നും ലോക ഗവൺമെൻറ്റുകളോട് ആവശ്യപ്പെടുകയായിരുന്നു അതിലൂടെ UN സ്വവർഗാനുരാഗികൾക്ക് വേണ്ടി ദിനാചരണം പ്രഖ്യാപിച്ചതോടെ യൂറോപ്യൻ യൂണിയനും ആഘോഷങ്ങളിൽ അവരോടൊപ്പം കൂടി. മെയ് 17 ഒരു ദിനാചരണത്തിൽ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ഇൻ്റർസെക്സ് വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ലോകരാഷ്ട്രങ്ങളോട് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി യൂറോപ്യൻ കമ്മീഷൻ 2020-25 കാലയളവിലേക്കായി ഒരു സ്ട്രാറ്റജിയും പ്രഖ്യാപിച്ചിരുന്നു. ഫെമിനിസത്തിൻ്റെ രൂപപരിണാമങ്ങൾ. ഫെമിനിസത്തിൻ്റെ രൂപപരിണാമങ്ങളെക്കുറിച്ചും ആശയമാറ്റങ്ങളെക്കുറിച്ചും ലോറൻ മാക്മില്ലൻ എഴുതിയ പുസ്തകത്തിൽ 2015 വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. 1960-കൾക്ക് ശേഷമാണ് അതിന് അതിരൗദ്രഭാവം കൈവരുന്നത്. അതിലൊരു ധാര തീവ്ര റാഡിക്കൽ ആശയങ്ങൾ അവതരിപ്പിച്ചു. ഗവേഷക ജോൺ ജോൺസൺ ലൂയിസ് എഴുതിയതുപോലെ നിലവിലുള്ള കുടുംബഘടനയെ പൂർണ്ണമായി തകർത്തെറിയുക എന്നതായിരുന്നു ഫെമിനിസ്റ്റുകളുടെ ലക്ഷ്യം. നിലവിലുള്ള കുടുംബഘടന പുരുഷാധിപത്യത്തെ അരക്കിട്ടുറപ്പിക്കുന്നതാണെന്നും അത് സ്ത്രീയെ കീഴാളയാക്കി നിർത്തുകയാണെന്നും അവർ വാദിച്ചു. സ്ത്രീത്വത്തെക്കുറിച്ചും മാതൃത്വത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചുമുള്ള പരമ്പരാഗത ധാരണകൾ തിരുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. മതനിയമങ്ങൾ മാത്രമല്ല, സെക്കുലർ നിയമങ്ങളും അവർക്ക് സ്വീകാര്യമായിരുന്നില്ല. രണ്ടും സ്ത്രീയെ അടിച്ചമർത്തുന്നു എന്നായിരുന്നു പരാതി.
ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടിലുണ്ടായ തീവ്രതയും റാഡിക്കലിസവുമാണ് സ്ത്രീയെ ഒറ്റയ്ക്ക് നിൽക്കാനോ മറ്റൊരു സ്ത്രീയുമായി ലൈംഗിക ബന്ധം സ്ഥാപിക്കാനോ നിമിത്തമായത് എന്ന് നാം ആദ്യം സൂചിപ്പിച്ച പഠനങ്ങൾ വ്യക്തമാക്കുന്നു. എതിർലിംഗ ലൈംഗികതയ്ക്ക് പകരമായി അവരതിനെ കണ്ടു. 2022 സെപ്റ്റംബറിൽ ഇൻസാൻ മീഡിയ സെൻറ്റർ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ സ്വവർഗരതിയുടെ പ്രചാരത്തിനും അതിന് നിയമാംഗീകാരം ലഭിക്കുന്നതിനും അതിശക്തമായ ലോബികൾ പ്രവർത്തിക്കുന്നതായി പറയുന്നുണ്ട്. 28 രാജ്യങ്ങളിൽ സ്വവർഗ ലൈംഗികത നിയമാനുസൃതമാക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇത് നിയമാനുസൃതമാക്കിയ ആദ്യ രാജ്യം ഡെൻമാർക്കാണ്. 1989 നെതർലാൻഡ്സ്, ബെൽജിയം, സ്പെയിൻ, നോർവേ, സ്വീഡൻ, പോർച്ചുഗൽ, ഐസ്ലാൻഡ്, ഫ്രാൻസ്, UK, അയർലൻഡ്, ഫിൻലൻഡ്, ജർമ്മനി, ആസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ആ പാത പിന്തുടർന്നു. പാശ്ചാത്യ മൂലധന ശക്തികൾ സ്വവർഗ ലൈംഗികതയുടെ പ്രചാരണം ഏറ്റെടുക്കുക മാത്രമല്ല, വളരെ വലിയ സമ്മർദ്ദമാണ് അവർ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രകൃതി വിരുദ്ധ ചിന്തകൾ ഇളം പ്രായത്തിലെ കുഞ്ഞുങ്ങളിൽ കുത്തിവെക്കാൻ സിനിമകളും കാർട്ടൂണുകളും ടെലിവിഷൻ പരമ്പരകളും വരെ അവർ നിർമ്മിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഇന്ദ്രജാലക്കാരനെതിരെ തിരിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വഷളായിരിക്കുന്നു. പാശ്ചാത്യ യൂറോപ്യൻ സമൂഹങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ അത് അപകടപ്പെടുത്തുന്നു. മറ്റ് സമൂഹങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, തങ്ങളുടെ മതവിശ്വാസത്തെയും ധാർമ്മിക മൂല്യങ്ങളെയും കൂട്ടുപിടിച്ചാണ് സംരക്ഷണ കവചമൊരുക്കുന്നത്. മൗറിത്താനിയൻ രാഷ്ട്രീയ നിരീക്ഷകനാണ് ലേഖകൻ.